എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനി ഈസി റെസിപ്പി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണം. എല്ലാവരും കമൻസിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ വേണം കേട്ടോ. വെജിറ്റബിൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഒരു മുള്ളങ്കി, ഒരു ക്യാരറ്റ്, 2-3 പച്ചമുളകാണ്. അപ്പോൾ മുള്ളങ്കിയും ക്യാരറ്റും നന്നായി കഴുകി നന്നായി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മുറിച്ചെടുക്കാം. നമ്മൾ അവിയലിന് കഷ്ണം മുറിക്കില്ലേ, അതുപോലെ അവിയലിന് അരിയണ പോലെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളകാണ് അരിഞ്ഞെടുക്കാനുള്ളത്. പച്ചമുളക് ഞെട്ട് പൊട്ടിച്ച് കളഞ്ഞു. ഇനി നടുവ് കൂടെ കീറിയിട്ട് 2 കഷ്ണമാക്കിയാൽ മതി. അപ്പോൾ ഒരു 4 പീസായിട്ട് കിട്ടുമല്ലോ. ഇപ്പം ഞാൻ പച്ചമുളകെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം അരിയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് മസാല ഉണ്ടാക്കാം. ചീഞ്ചട്ടി ചൂടായി. അതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം കടുകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കടുകൊന്ന് നന്നായിട്ട് ചൂടാക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റൗ നല്ല സിമ്മിൽ വെക്കണം കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഇളക്കി പെരിഞ്ജീരകം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിക്കാൻ വേണ്ടി ഞാൻ മിക്സിയിൽ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും. മസാലയെല്ലാം ഞാൻ പൊടിച്ചെടുത്തു. അങ്ങനെ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതേപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. തരിതരിയെ പൊടിച്ചെടുക്കുക. ഇനി പൊടിച്ച മസാലയെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് 1 സ്പൂൺ നല്ല മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഈ മസാല ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാല മിക്സ് ചെയ്യുക. അപ്പോൾ ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കണം, നല്ല ആവി വരണം. അതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം മസാല ചേർക്കാൻ. ഇപ്പോൾ നല്ലോണം ചൂടായി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് എണ്ണ. ഇനി നമുക്ക് ഒന്നും കൂടി സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് മൂത്തു. ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് വൈറ്റ് വിനീഗറാണ്. വൈറ്റ് വിനീഗർ നമുക്ക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അച്ചാർ കടുകെണ്ണയിലും ഉണ്ടാക്കാം. ഞാനിവിടെ എള്ളെണ്ണയിൽ ഉണ്ടാക്കിയതേ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഒരുവിധം തയ്യാറായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റുക. തീരെ വെള്ളമില്ലാത്ത പാത്രത്തേക്ക് മാറ്റുക. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നാളെ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. ഫ്രിഡ്ജിൽ ഇത് 2 ആഴ്ചയോളം ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്